ഹലോ ഗായ്സ്, നമ്മുടെ യാര ബേബിൻ്റെ ഉറക്കം പോലും റെഡി ആവാതെ എവിടേക്കാ എടുത്ത് കൊണ്ടുപോകണു രാവിലെ തന്നെ. നമ്മുടെ ഫാമിലിയിൽ ഒരു കുഞ്ഞ് അതിഥി കൂടെ ജോയിൻ ചെയ്യാൻ പോവാണ് ഇൻഷാ അല്ലാ. കുഞ്ഞുവാവിനെ കൊണ്ടുപോകാൻ പോവാ നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞുവാവിനെ വാങ്ങാൻ പോവാണല്ലേ. രാത്രി ഏകദേശം ഒരു 2 മണി സമയമൊക്കെ ആയപ്പോൾ മേമക്ക് നല്ല പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മേമ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മച്ചിൻ്റെ 3ാമത്തെ സിസ്റ്ററാണ്. എൻ്റെ മേമൻ്റെ 3ാമത്തെ ഡെലിവറിയാണിത്. മേമക്ക് ഓൾറെഡി 2 ആൺകുട്ടികളുണ്ട്, ഇപ്പോൾ 3rd ഡെലിവറിയാണ്. മുകളിൽ 2 ആൺകുട്ടികളായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടിനെ കിട്ടാൻ നമുക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ദാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാൾട്ടിയമ്മക്ക് എന്ത് കുട്ടിയാലോ പെൺകുട്ടിയാകാരം നമുക്ക് 3ാമത്തെ ഒരു പെൺകുട്ടി ഉണ്ടാവും. പെൺകുട്ടി ആവട്ടല്ലേ. ആവട്ടെ, നമുക്കൊരു കുട്ടിയാക്കൊരു പെങ്ങളെ കുട്ടി ഉണ്ടാവട്ടെ. 2 ആൺകുട്ടിയാക്ക് ആൺകുട്ടിയായാലോ ആൺകുട്ടിയായാലും സന്തോഷം, പെൺകുട്ടിയായാലും സന്തോഷം. ഹോസ്പിറ്റലിൽ പോണ വഴിക്ക് ഷിയമോളുടെ ഐനൂസിൻ്റെ സ്കൂളിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഷിയമോളും ഐനൂസും എൻ്റെ ഇത്താത്താൻ്റെ മക്കളാണ്. നമ്മുടെ മഹദിൻ സ്കൂളിലാണ് അവർ പഠിക്കണത്. ഒരാളിപ്പോൾ UKGക്കും ഒരാൾ 3rd സ്റ്റാൻഡേർഡിലുമാണ് പഠിക്കണത്. സിസ്റ്റർ അവരുടെ വീട്ടിൽ പോയപ്പോൾ കുട്ടികളെ സ്കൂൾ ഷൂ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷൂവും പിന്നെ കുറച്ച് ബുക്സും ഉണ്ടായിരുന്നു, അതും കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സ്കൂളിൽ പോയത്. ബേബിക്കാണെങ്കിൽ ഇക്കാക്കാനും ദീദിനും കിട്ടിയാൽ മതി, ഓരോ കൂടെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇക്കാക്കും ദീദിയൊക്കെ പോണത് സങ്കടത്തോടെ യാര ബേബി നോക്കി നിൽക്കലുണ്ട്. ടീച്ചറോട് പറഞ്ഞു പോരും. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ മേമ ലേബർ റൂമിലായിരുന്നു. നല്ല പെയിനും കൺട്രാക്ഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് കുട്ടി അമ്മച്ചിക്ക് വണ്ടി? അല്ലോ, പെൺകുട്ടിയാണല്ലോ വണ്ടി. പെൺകുട്ടിയാണ് ഉറപ്പാ? ഷുവർ? എന്ത് കുട്ടിയാ മാൾട്ടി അമ്മക്ക്? ഉറപ്പാ? പിച്ച് മാത്രം പറയിച്ച. പക്ഷെ എന്ത് കുട്ടിയാവാനാ പൂതി? ആൺകുട്ടിയാവാനാ പൂതിയല്ലേ? അനക്കപ്പോ ഓനക്ക് പെൺകുട്ടിയാണ്. ആൺകുട്ടി അയച്ചെടുത്തോ? എന്നാ പിന്നെ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യല്ലേ? അത് പറ്റൂല കേട്ടോ. ആൺകുട്ടിയാണെങ്കിലും എനിക്ക് വേണം. മാൾട്ടിയമ്മക്ക് എന്തുട്ടിയാ? പെൺകുട്ടിയാ? ഉമ്മയും പെൺകുട്ടിന്നാ പറയുന്നത് കേട്ടോ. ഉമ്മ എന്താ പറയണേ? എന്തുട്ടിയാ മാൾട്ടിയമ്മക്ക്? എന്നാലും ഇങ്ങക്ക് എന്ത് തോന്നണേ? അസുഖമൊക്കെ എപ്പോഴും അറിയാമോ? ഇപ്പൊക്ക് എന്ത് തോന്നണേ? പെൺകുട്ടിയാ ആൺകുട്ടിയാ? ആൺകുട്ടിയാ? 3ാമത്തും ആൺകുട്ടിയാണല്ലോ റിഫോ. 3ാമത്തും ആൺകുട്ടിയാണെന്ന് എന്താ വലിയ കാക്കാക്ക് പറയാനുള്ളത്? കാക്കാക്ക് എന്തൊട്ടിയാണ്ടി? 2ആണെങ്കിലും നോക്കുമല്ലേ? ഷോൻ പറയണോ എനിക്ക് പെൺകുട്ടിയാണ്. എനിക്ക് എന്തൊട്ടിയാലും കുഴപ്പമില്ലല്ലേ? ഒരുപാട് സമയം ലേബർ റൂമിൻ്റെ മുന്നിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ. അപ്പോഴേക്ക് യാര ബേബിക്ക് ചെറിയ കുറുമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും യാര ബേബിയും കൂടെ റൂമിലൊന്ന് പോയിട്ട് യാര ബേബിക്കൊന്ന് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര എന്തൊക്കെ പറഞ്ഞാലും റൂമിൽ മനസ്സമാധാനത്തോടൊന്നും നിൽക്കാൻ പറ്റണില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ലേബർ റൂമിൻ്റെ മുന്നിലേക്ക് ഓടിപ്പോവായിരുന്നു. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ അല്ലല്ലേ. പെട്ടെന്ന് നേഴ്സ് വന്നിട്ട് ആൾ പ്രസവിച്ചിട്ടുണ്ട്, പെൺകുട്ടിയാണ് ആൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ അത് നമുക്ക് പെട്ടെന്നൊരു സന്തോഷമാണ്. അങ്ങനെ പിന്നെ ഉറങ്ങിക്കിടക്കണ യാര ബേബിനെ എടുത്തിട്ട് നേരെ ലേബർ റൂമിൻ്റെ അവിടെ പോയിട്ട് വെയിറ്റിംഗ് പിന്നെ സ്റ്റാർട്ട് ചെയ്തു. ടെൻഷൻ ഉണ്ടോ? നമ്മുടെ യാര ബേബി ഇതാ ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ചിട്ട് അന്തം വിട്ട് നോക്കിയായിരുന്നു. ഇനിയിപ്പോൾ ഓളെ ഫ്രണ്ടാണല്ലോ വരാൻ പോണത്. കുഞ്ഞു ബേബി വരാൻ പോവാണ്. യാര ബേബി കഴിഞ്ഞ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ലേബർ റൂമിൻ്റെ മുന്നിൽ. ബേബി ഇപ്പൊ വരും. പെൺകുട്ടിയാണല്ലോ. അങ്ങനെ അൽഹംദുലില്ലാ ഉച്ചക്കൊരു 1:30 സമയമായപ്പോൾ നമ്മുടെ മാൾട്ടിമേമ പ്രസവിച്ചു. പെൺകുട്ടിയാണ് മാഷാ അല്ലാ. അപ്പോൾ ഓലൈക്കാക്കന്മാർക്ക് ഒരു കുഞ്ഞു പെങ്ങളെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഉപ്പ ആദ്യം തന്നെ അവിടെ പോയിട്ട് ബാങ്ക് കൊടുത്തിട്ട് അതിന് ശേഷമാണ് നമുക്ക് കുട്ടീനെ കാണിച്ചു തന്നത്.
പെൺകുട്ടിന്റെ പാപ്പായിട്ടുള്ളേക്ക ഉത്തരവാദിത്വം കൂടിഞ്ഞ് പഴയ പോലല്ല. നോക്കണുണ്ടാ കണ്ണീച്ച് നോക്കണുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ കുഞ്ഞു ബേബിനെ എല്ലാവർക്കും കാണിച്ചു തന്നിട്ട് ഓൾഡപ്പച്ചിക്കൊക്കെ വീഡിയോ കോൾ ചെയ്തോളെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ലേബർ റൂമിൽ നിന്ന് ബേബിക്ക് ഒരു ടർക്കി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ഒരു ടർക്കി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മലപ്പുറത്ത് നമ്മുടെ കുഞ്ഞാറ്റിൽ പോയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഗൈസ് നമ്മള് ബേബി ഗേളിനെ കൊണ്ടുവരാൻ പോകണം അല്ലെ? കുഞ്ഞാക്കണല്ലോ എല്ലാം അടിച്ചോളൂ. കുട്ടീനെ തരാൻ പറയാം. വേഗം ഇരിച്ചോ. കുഞ്ഞിക്കുട്ടിതാ കുഞ്ഞിക്കുട്ടി. കുഞ്ഞാക്കൊക്കെ കാണിച്ചു കൊടുക്കേ. അപ്പൊ എടുക്കാൻ വെക്കുവാ. കുട്ടി അങ്ങനെ ദാ നമ്മുടെ കുഞ്ഞു ബേബിനെയും കൊണ്ട് നമ്മള് നേരെ റൂമിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കാനിരുന്നു. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ബാങ്കൊക്കെ കൊടുത്ത് കുട്ടീനെ കണ്ടതിന് ശേഷം ആദ്യം ഫുഡ് വാങ്ങിക്കാനാണ് പോയത്. കാരണം എല്ലാവരും ഒരുവിധം നല്ല വിശന്നിരിക്കുമായിരുന്നു. കാരണം ഡെലിവറി ഒന്നും ആവാതെ ഒന്നും കഴിക്കാനൊന്നും തോന്നൂലല്ലോ, നല്ല ടെൻഷനിൽ തന്നെ. ബേബിനെ നമ്മളെ യാർ ബേബി ഫസ്റ്റ് ആയിട്ട് കാണാണ്. ബേബിനെ തന്നപ്പോൾ നമ്മളെ യാർ ബേബി ഉറങ്ങിയായിരുന്നു, ഓള് കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ബേബിനെ കാണുന്നത്. ഓള് നല്ലോണം കിളുമ്പാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഓൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ബേബിനെ. പിന്നെ ഉമ്മമ്മ കുഞ്ഞാവക്ക് മധുരമൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുട്ടികളൊക്കെ ബേബിനെ തന്നെ നോക്കിയിരിക്കായിരുന്നു. നമ്മളെ വീട്ടിലെ പുതിയ അതിഥിയല്ലേ, അപ്പോൾ ശരിക്കും നോക്കി കാണുന്നുണ്ടായിരുന്നു. മേമക്ക് ഇങ്ങനെ പൗഡറും കൺമശിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരുക്കി നടത്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മേമക്ക് ഒരു പെൺകുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഏത് കുട്ടികളെ കിട്ടിയാലും കിളുമ്പി ഉമ്മ വെച്ചെടുക്കലാണ് മേമന്റെ മെയിൻ ഹോബി. നിങ്ങൾ തന്നെ വാങ്ങിക്കാണ്ട് നിങ്ങൾ തന്നെ തിന്നാ. ചൊല്ലിയിടാ. വല്യക്കാക്കാണെങ്കിൽ ഒരു പെൺകുട്ടിനെ കിട്ടിയ സന്തോഷത്തിൽ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നറിയാതെ ഓനാകെ മിഠായിയൊക്കെ എല്ലാവർക്കും കൊടുക്കണുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ യാർ ബേബിക്ക് ഫുഡ് കൊടുത്ത് ഓളെ കുളിപ്പിച്ചിട്ട് ഓളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഓളെ സുന്ദരി കുട്ടിയാക്കി കിടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ ഓളുടെ മുറി നോക്കണുണ്ടായിരുന്നു. യാർ ബേബിൻ്റെ മുറിവൊക്കെ മാറിയിട്ടുണ്ട്. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്സിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അങ്ങനെ പിന്നെ ഒരു 3 മണിക്കൂറിനൊക്കെ ശേഷം മേമനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ മൾട്ടിമേമ. അങ്ങനെ പിന്നെ മേമ വന്നപ്പോൾ മേമനോട് ലേബർ റൂമിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും എക്സ്പീരിയൻസും ഒക്കെ ചോദിക്കായിരുന്നു. അപ്പോഴേക്ക് പിന്നെ മേമ്മമാരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒരുപാട് റംബൂട്ടാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞു ബേബിന്റെ ഉപ്പച്ചിന്റെ വീട്ടിൽ നിന്ന് ഒരു വന്നപ്പോൾ ഒരു കവർ നിറച്ച് റംബൂട്ടാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അതിൻ്റെ ഇടയ്ക്ക് അത് ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടില്ലായിരുന്നു, കാരണം കഴിക്കണ തിരക്കിലായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും കൂടിയാലും അറിയാലോ, ഒച്ചയും ബഹളും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു മഗ്‌രിബൊക്കെ ആയപ്പോൾ നമ്മൾ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ പെരുന്നാളല്ലേ വരുന്നത്, അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നേരെ ജാംജൂമിലാണ് പോയത്. അവിടുന്ന് പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു പുതിയ വാവ വന്നതിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. നിങ്ങൾ പെരുന്നാളിൻ്റെ അന്നാവും ഈ വീഡിയോ കാണുന്നുണ്ടാവുക. ജൂൺ 4-നായിരുന്നു നമ്മളെ ബേബി വന്നിട്ടുണ്ടായിരുന്നത്. ജൂൺ 4-നായിരുന്നു ഡെലിവറി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക ജൂൺ 7-നാവും നമ്മളെ പെരുന്നാളിൻ്റെ അന്നാവും. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. എല്ലാവരോടും ഭയങ്കര സ്നേഹം മാത്രം. ഈദിൻ്റെ വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോയിൽ വരാം ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ എല്ലാവരുടെയും ഈദിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരോടും വൺസ് അഗെയിൻ ഈദ് മുബാറക്. അപ്പോൾ ഓക്കെ, ബൈ.